we are moving toward the basic area of in this chapter, that is cost, volume, and profit analysis. You know that here we are using three words. One is cost, volume, and profit. Okay. When volume is increased, then the business cost will also increase and also its profit will also raise. So, when we learned these three factors, you know that these three factors are interrelated with each other. When we learn these three factors together, that is called cost, volume, and profit analysis, or simply we can call it as CVP analysis. Okay. So, it's an extension of marginal costing. Marginal costingൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. It is used to evaluate how the cost and the profit are affected by changing the volume of production. You know that when I increase the production into 1000 units from 100 units, its cost and also its profit will raise accordingly. Okay. So it's an evaluation of how this volume of production will lead toward the cost raisement and also the profit increase. Okay. സോ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യുന്ന പ്രൊഡക്ഷൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റിലും എന്തായാലും വ്യത്യാസം വരും. ഓക്കെ. സോ ഈ ഒരു വ്യത്യാസങ്ങളെ നമ്മൾ മൂന്ന് കാര്യങ്ങളിലൂടെ മൂന്ന് ഫാക്ടേഴ്സ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ 3 എന്നുള്ളത് ട്രീ എന്നാണ് എഴുതിയിട്ടുള്ളത്, THREE ആണ് ട്രീ. സോ 3 ഫാക്ടേഴ്സ് ഒന്നിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ ഇവിടെയും മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഒന്നിച്ചെടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന് നമ്മൾ പറയുന്ന പേരാണ് കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ് അനാലിസിസ്. സിംപ്ലി ഒരു ബിസിനസ്സിൻ്റെ വോളിയത്തിനനുസരിച്ച്, പ്രൊഡക്ഷൻ്റെ വോളിയത്തിനനുസരിച്ചിട്ട് എങ്ങനെയാണ് കോസ്റ്റിലും അതുപോലെ തന്നെ പ്രോഫിറ്റിലും എങ്ങനെയാണോ ചേഞ്ചസ് വരുന്നത് അത് നമ്മൾ മെഷർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, CVP അനാലിസിസ് എന്ന് വിളിക്കുന്നു. ഓക്കെ. സോ ഹിയർ there is an definition which were given by CIMA London. Okay, you can see CIMA London. Okay, so the study of, according to CIMA London, the study of effect on future profit of changes in fixed cost, variable cost, sales price, quantity and mix. ഓക്കെ. അവിടെ അവർ മെയിൻ ചെയ്യുന്നത് ദി സ്റ്റഡി ഓഫ് ദി ഇഫക്റ്റ് ഓൺ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് എഫക്റ്റ് ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, ഫിക്സഡ് കോസ്റ്റിലും വാരിയബിൾ കോസ്റ്റിലും എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, സെയിൽസ് പ്രൈസിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്, അക്കോർഡിംഗ് ടു ഇറ്റ്സ് ക്വാണ്ടിറ്റി ആൻഡ് മിക്സ്. ഓക്കെ. ക്വാണ്ടിറ്റിക്കും അതുപോലെ തന്നെ മിക്സിനും അനുസരിച്ചിട്ട് ഇതിലൊക്കെ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് ഫ്യൂച്ചറിൽ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CVP അനാലിസിസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് CIMA ലണ്ടൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ. ദെൻ ദിസ് ടെക്നിക് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ BEP ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഈ ഒരു ടെക്നിക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് BEP അനാലിസിസ്, ദാറ്റ് മീൻസ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. ബ്രേക്ക് ഇവൻ അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് ഇവൻ അനാലിസിസ്. അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രേക്ക് ഇവൻ പോയിൻറ്റ് മീൻസ് ഇറ്റ്സ് എ പോയിൻറ്റ്, ഒരു പോയിൻ്റാണ്. ആ ഒരു പോയിൻറ്റിൽ ദർ ഇസ് നോ ലോസ് ആൻഡ് നോ പ്രോഫിറ്റ്. ഓക്കെ. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഞാനൊരു 10,000 rupees മുടക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടും അല്ലേ. സോ ഇങ്ങനെ റിട്ടേൺ വന്നിട്ട് ഇതാണ് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. സോ when I get return from this business,
10,000 രൂപ എനിക്ക് എന്ത് ചെയ്തു, ആ ഒരു ബിസിനസ്സിൽ നിന്നും എൻ്റെ ഇൻകമായിട്ട് ഞാൻ റിസീവ് ചെയ്തു. 10,000 ഞാൻ മുടക്കിയിട്ടുള്ള എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. സോ ഈ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്രേക്ക് ഇവൻ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഹിയർ ദർ ഇസ് നോ പ്രോഫിറ്റ് ആൻഡ് ഓൾസോ ദർ ഇസ് നോ ലോസ്. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, ഈ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി അനലൈസ് ചെയ്യാൻ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഒരു മാർജിൻ ഇതിനേക്കാളും കൂടുതൽ, ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 10,000 ആണ്. ആ 10,000-നേക്കാളും കൂടുതൽ എമൗണ്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞാൻ റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഞാൻ ഇൻകമായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ബിക്കോസ് വി ആർ ഇൻ ദ സേഫ് സിറ്റുവേഷൻ. ഈ ഒരു പൊസിഷനിൽ നമ്മളുടെ ഇൻകവും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും ഈക്വൽ ആകുന്ന പൊസിഷനിൽ ദർ ഇസ് നോ ലോസ് ആൻഡ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഈ സ്റ്റേജ് അല്ല, ഇതിനേക്കാളും കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, അഥവാ എനിക്കിപ്പോൾ ഇൻകം ആയിട്ട് ഒരു 11,000 കിട്ടി, അതിന് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും. ബിക്കോസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാളും ഇൻകം കുറച്ചുകൂടെ 1,000 രൂപ നമുക്ക് എക്സ്ട്രാ വന്നു. സോ ഇറ്റ്സ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. സോ ഈ ഓരോ ടെക്നിക്സും നമുക്ക് ദിസ് ടെക്നിക്സ് മെയിൻലി യൂസ്ഡ് ഈ ഒരു BP അനാലിസിസിനും അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരു അനാലിസിസ്, CVP അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ടുവേർഡ് ദ നെക്സ്റ്റ്, the objectives and the uses of CVP analysis. എന്താണ് CVP അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്, എന്താണ് അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടു ഫോർകാസ്റ്റ് ദ പ്രോഫിറ്റ് ആക്യുറേറ്റ്ലി. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ഒരു കോസ്റ്റ് സ്ട്രക്ചറിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CVP അനാലിസിസ് എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ പ്രൈസിങ് പോളിസീസ്. പ്രൈസിങ് പോളിസീസ്, കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസിങ് പോളിസി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനും എന്ത് ചെയ്യുന്നു, മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ദ തേർഡ് വൺ ഈസ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഓക്കെ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ഇക്വേഷൻസും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസ് ആണോ എന്നൊക്കെ ഈ ഒരു ഇക്വേഷൻസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ ഈസ് ടു ഫെസിലിറ്റേറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുമ്പം ചേഞ്ചസ് വരുന്ന സമയത്ത്, പ്രൊഡക്ഷൻ ചേഞ്ച് വരുന്ന സമയത്ത്, ഇപ്പോൾ 1000 യൂണിറ്റിൽ നിന്നും 2000 യൂണിറ്റ്സിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത്, പ്രൊഡക്ഷൻ മാറുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് ബഡ്ജറ്റുകളിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്, പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ദെൻ ദ ഫിഫ്ത്ത് വൺ ഇസ് ടു അച്ചീവ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റിനെ നമുക്ക് നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ടു ഡിറ്റർമൈൻ ദ BEP പോയിൻ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇവൻ പോയിൻ്റ് മനസ്സിലാക്കാനും ഈ ഒരു ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, then we are moving toward the next elements of CVP analysis. ഇനി എല്ലാം നമ്മൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എൻഡോട് കൂടിയിട്ട് നമ്മൾ ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ CVP അനാലിസിസ് ഒരു ബേസ് ഹെഡാണ്, അതിൻ്റെ അടിയിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ. മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇസ് ദ പാർട്ട് ഓഫ് CVP അനാലിസിസ്. ഓക്കെ, ദെൻ ദ സെക്കൻഡ് വൺ ഇസ് കോൺട്രിബ്യൂഷൻ ഇസ് ഓൾസോ ദ പാർട്ട്, ആൻഡ് ദ തേർഡ് വൺ ഇസ് ബ്രേക്ക് ഇവൻ അനാലിസിസ് ഇസ് ഓൾസോ ഇറ്റ്സ് പാർട്ട്. ഫോർത്ത് വൺ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് നമ്മൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു, അപ്പോൾ ആ ഒരു സംഭവം.
അതുപോലെ തന്നെ പ്രോഫിറ്റ് വോളിയം റേഷ്യോ, PV റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ CVP അനാലിസിസിലെ ഈ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ എലമെൻറ്റ്സ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ദെൻ ബ്രേക്ക് ഇവൻ ചാർട്ട് ആൻഡ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ദെൻ 7th one is ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ്. എല്ലാം മുഴുവനും നമ്മൾ ഈ ഒരു ചാപ്റ്റർ എൻഡോട് കൂടിയിട്ട് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോ വി ആർ മൂവിങ് ടുവേർഡ് ദ ഫസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഇസ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പം ജസ്റ്റ് നമുക്ക് അതിലൂടെ ഒന്ന് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ കോസ്റ്റ്, ആ ഒരു പ്രോഡക്റ്റിന് വരുന്ന കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റിന് നമ്മൾ അതിൻ്റെ പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓക്കെ ഈ ഒരു 2 ഫാക്ടേഴ്സ് നമ്മൾ എടുത്തുകൊണ്ടാണ്. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് മാത്രം നമ്മൾ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ഉണ്ടാവില്ല, ബിസിനസ്സിൽ നിന്നും നമുക്ക് ലാഭമൊന്നും കിട്ടില്ല. സോ നമുക്ക് 2 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും. വൺ ഇസ് കോസ്റ്റ് ആൻഡ് ഓൾസോ സെക്കൻഡ് വൺ ഇസ് പ്രോഫിറ്റ്. രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ കോസ്റ്റ് മീൻസ് there were 2 kinds of cost. One is fixed cost and other one is variable cost. നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. വാരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെയിൽസ് പ്രൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് we will charge some kind of percentage of profit in it. Okay, so the cost can be divided into 2. One is fixed cost and the other one is variable cost. Variable cost is also called marginal cost. Okay, I think it's clear. ഇനി നമ്മൾ പറയുന്നത് what do you mean by contribution? അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് ഇക്വേഷനിൽ കുറച്ച് ബേസിക് ഇക്വേഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് കോൺട്രിബ്യൂഷൻ. ഇതിന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് ഈ ടേംസ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിൽസിൽ നിന്നും വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സെയിൽസിൽ നിന്നും വാരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തിട്ടുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ. ക്ലിയർ? ദെൻ അല്ല എങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷന് വേറൊരു ഇക്വേഷനും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞു സെയിൽസ് വിൽ ബി ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ കോസ്റ്റ് തന്നെ 2 എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ഓൾസോ വാരിയബിൾ കോസ്റ്റ്. ഇങ്ങനെ 2 തരത്തിലുള്ള കോസ്റ്റുകളുണ്ട് അല്ലേ? സോ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ഇക്വേഷനിൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ എന്താണ് ലെഫ്റ്റ് ചെയ്യുന്നത്? ബാലൻസ് എന്താണുള്ളത്? ഫിക്സഡ് കോസ്റ്റ് ഇസ് ദർ ആൻഡ് ഓൾസോ പ്രോഫിറ്റ് ഇസ് ദർ. When we add fixed cost plus profit, we will get contribution also. 2 രീതിയിലാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. വൺ ഇസ് സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആൻഡ് അതർ ഇക്വേഷൻ ഇസ് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. 2 ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ഈ ഒരു സെയിം ഇക്വേഷനാണ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ തന്നെയാണ് 2 ഇക്വേഷനും കോൺട്രിബ്യൂഷൻ്റെ 2 ഇക്വേഷനും എന്ത് ചെയ്തിട്ടുള്ളത്? ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇനി ആ ഒരു സെയിം സംഭവത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? പല രീതിയിൽ അതിൻ്റെ ഇക്വേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഫിക്സഡ് കോസ്റ്റ് ആണ് കാണാനുള്ളത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് കാണാനുള്ളത് എങ്കിൽ എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടില്ല എങ്കിൽ കണ്ടുപിടിക്കാം. കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ഇസ് കോൾഡ് ഫിക്സഡ് കോസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാം അല്ലേ? ഇനി നമുക്ക് വാരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല. നമ്മളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് വാരിയബിൾ കോസ്റ്റ് തന്നിട്ടില്ല
എങ്കിൽ നമുക്ക് സെയിൽസും കോൺട്രിബ്യൂഷനും ഫസ്റ്റ് ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫസ്റ്റത്തെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, വാരിയബിൾ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ വിൽ ബി വാരിയബിൾ കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു മാർജിനൽ കോസ്റ്റ് ഇക്വേഷനാണ് ബേസിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിക് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റ് ഇക്വേഷനാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഇനി നമ്മൾ പുതിയൊരു ഏരിയയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. കോൺട്രിബ്യൂഷൻ എന്നുള്ള പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്. സോ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്സിലേക്ക് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ഇസ് ദ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ മീൻസ് ഇറ്റ്സ് എ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അഥവാ അവിടെ പിന്നെ ബാലൻസ് വരുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ബി ദാറ്റ് ആൻഡ് ഓൾസോ പ്രോഫിറ്റ് വിൽ ബി ദാറ്റ്. ഓക്കെ, ഇത് രണ്ടുമാണ് എന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്ങിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ ഇസ് ദ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, then it is an assumption that excess of sales over the variable cost contribution to a fund not only which covers fixed cost but also provides some profit. Okay, സോ അതിൻ്റെ ഇക്വേഷനിൽ തന്നെയുള്ള കാര്യങ്ങൾ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഇങ്ങനെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ഫിക്സ്ഡ് കോസ്റ്റ് കമ്പനി അച്ചീവ് ബ്രേക്ക് ഈവൻ. കോൺട്രിബ്യൂഷൻ ജസ്റ്റ് നിങ്ങൾ കൺസെപ്റ്റുകൾ, അതിൻ്റെ മീനിങ്ങിലുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻ മാർജിനൽ കോസ്റ്റ് ബേസിക് ഇക്വേഷനിലും നമ്മൾ അത് പഠിച്ചു. ഓക്കെ, ഇഫ് ദ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ്, ഓക്കെ, കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റിന് ഈക്വൽ ആകുന്നു എങ്കിൽ the company will not achieve any kinds of profit because അവിടെ പ്രോഫിറ്റ് ഇല്ല. ഓക്കെ, അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റിന് ഈക്വൽ ആണ് എങ്കിൽ എന്താണ് നമ്മൾ മീൻ ചെയ്യേണ്ടത്? ദർ ഇസ് നോ പ്രോഫിറ്റ് ഇൻ ദാറ്റ് ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ മീൻ ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ, ദിസ് കൺസെപ്റ്റ് helps in taking decisions like whether to produce or discontinue. നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നമ്മൾ നടത്തണോ വേണ്ടിയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ബിസിനസ് ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ? ദെൻ ഫിക്സിംഗ് അപ്പ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബൾക്ക് ഓർഡേഴ്സ്. നമുക്ക് ബൾക്ക് ഓർഡേഴ്സിലുള്ള സെല്ലിംഗ് പ്രൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനും ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള ടേം നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ സിംപ്ലി ഇറ്റ്സ് ഇക്വേഷൻ ഈസ് കോൺട്രിബ്യൂഷൻ വിൽ ബി ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. വേറൊരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചു, കോൺട്രിബ്യൂഷൻ വിൽ ബി ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഈ രണ്ട് ഇക്വേഷനും നിങ്ങളുടെ മൈൻഡിൽ ഒരേ സമയം തന്നെ നിങ്ങളുടെ മൈൻഡിൽ വേണം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് സെയിൽസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള സെയിം ഇക്വേഷനിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. സോ ഹിയർ നിങ്ങൾക്ക് മാർജിനൽ കോസ്റ്റ് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൈൻഡിലേക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇതെന്ന് പ്രോഫിറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഒരു ബിസിനസ്സിൻ്റെ സെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സെയിൽസിൽ നിന്നും വാരിയബിൾ കോസ്റ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുള്ള പോർഷനെ വി വിൽ കോൾ ഇറ്റ് ആസ് കോൺട്രിബ്യൂഷൻ. സോ ഹിയർ ദ സെയിൽസ് ഇസ് 1000 യൂണിറ്റ്സ്. ഇതിന് എമൗണ്ടിനാണ് 1000. ഓക്കെ, വാരിയബിൾ കോസ്റ്റ് ഇസ് 400.
So when we deduct the variable cost from the sale, we will get 600. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റിലാണ്, കോസ്റ്റ് പെർ യൂണിറ്റിലാണ് എങ്കിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 100 ആണ് പെർ യൂണിറ്റിന് എങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം. അതായിരിക്കും ഓക്കെ 1000 ഡിവൈഡഡ് ബൈ 100, ദാറ്റ് വിൽ ബി 10. ലൈക്ക് ദാറ്റ് 400 ഡിവൈഡഡ് ബൈ 100. പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്. അതുകൊണ്ടാണ് കോസ്റ്റ് പെർ യൂണിറ്റിൽ ഇവിടെ എന്ത് ചെയ്തത് 10ഉം 4ഉം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ 600 എന്ന് കിട്ടി. 600 ഡിവൈഡഡ് ബൈ 100 വിൽ ബി ഈക്വൽ ടു 6. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി when we deduct the fixed cost from the contribution part, okay, here the fixed cost is 300. So when we deduct the fixed cost from the contribution part, we will get profit. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിൻ്റെ അകത്ത് എത്രത്തോളമാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷനും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേറൊരു സ്ലൈഡിലായിട്ട് കൊടുത്തതാണ്. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡിഫറെൻ്റ് ആണ് എന്ന് വിചാരിക്കരുത്. സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ആൻഡ് സെയിൽസ് മൈനസ് മാർജിനൽ കോസ്റ്റ് സെയിം. മാർജിനൽ കോസ്റ്റിങ്ങിന് നമ്മൾ വേറൊരു പേരൂടെ പറയാറുള്ളത് ദാറ്റ് ഇസ് വാരിയബിൾ കോസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് എ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. നിങ്ങൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ടു, നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തത് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങൾ, ഇക്വേഷൻസ്, കോൺട്രിബ്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് വി ക്യാൻ ഡിറ്റർമൈൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. യൂസസ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് ഓൾസോ ഇഫ് ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി ക്യാൻ ഓൾസോ ഡിറ്റർമൈൻ ത്രൂ ദിസ്. ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഡിവിഷൻ വൈസ് ആയിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ഈസി ആയിട്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ദ കോൺട്രിബ്യൂഷൻ വിൽ ബി ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് ഓർ സെയിൽസ് മൈനസ് മാർജിനൽ കോസ്റ്റ്, ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്. ആൻഡ് ഓൾസോ കോൺട്രിബ്യൂഷൻ മൈനസ് ഇത് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള വേറൊരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു പ്രോഫിറ്റ്. ഐ തിങ്ക് ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, ദെൻ യൂസസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ. വാട്ട് ഇറ്റ്സ് യൂസസ് ആൻഡ് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ്? കോൺട്രിബ്യൂഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇസ് ടു ഹെൽപ്സ് ഇൻ ഫിക്സിങ് സെല്ലിംഗ് പ്രൈസ്. ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് പ്രൈസ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ ഇസ് ടു ഹെൽപ്പ് ടു ഡിറ്റർമൈൻ ദ BEP പോയിൻറ്റ്, ബ്രേക്ക് ഇവൻ പോയിൻറ്റ് നമ്മൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് വൺ ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ വാരിയസ് പ്രോഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഒന്നിച്ചെടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് കീ ഫാക്ടർ. ബേസിക് ആയിട്ട് എന്താണ് നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ, നമ്മുടെ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ എന്താണ് ഈ പ്രോഫിറ്റ് ഇല്ലാതിരിക്കുന്നതിന് കാരണം എന്താണ്, നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള ടേം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, then the next one is fifth one is it highlighted the relation among cost, sales and profit. ഇത് മൂന്നും തമ്മിലുള്ള ഈ മൂന്ന് ഫാക്ടേഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ. ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ലാസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ, ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കിത് സഹായിക്കുന്നുണ്ട്. Then the seventh one is it helped the management to make or buy decision. ബിസിനസ്സിന് നമുക്ക് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് തന്നെ ചെയ്യണോ വേണ്ടിയോ, ഓർ നമുക്ക് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണോ നല്ലത്. ഇപ്പോൾ ഒരു റൈസ് മാനുഫാക്ചറിങ് കമ്പനിയാണ് എങ്കിൽ, ഓക്കെ, പലതരത്തിലുള്ള റൈസസ് ആണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്കിൽ അവർ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണോ ബെറ്റർ, അല്ല അവർ എവിടെയെങ്കിലും വാങ്ങിയിട്ട് വിൽക്കുന്നതാണോ ബെറ്റർ? ഇതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള ടേം ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
Then the eighth one is it helps the management to take a decision in introducing a new product or not. ഒരു പുതിയ പ്രോഡക്റ്റ് ബിസിനസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കോൺട്രിബ്യൂഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, then from the slide onwards it's another area. I think all the point is clear for you. If you have any doubts, please ask in the comment box. Okay, thank you, have a good day.